ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൻ. വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2 അടിപൊളി ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മാംഗോ സോഡയും ഗ്രേപ്പ് സോഡയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ജ്യൂസ് ഗ്ലാസ് എടുക്കാം. അതിലോട്ടേക്ക് ഒന്നിൽ മാംഗോ ജ്യൂസ് ഒഴിക്കാം, മറ്റൊന്നിൽ ഗ്രേപ്പ് ജ്യൂസും എടുക്കാം. ഇത് രണ്ടും ഫ്രഷായി വീട്ടിൽ തയ്യാറാക്കിയ ജ്യൂസാണ്. നല്ല തണുപ്പിച്ച ജ്യൂസാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടും 1/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഓരോന്നിലും ഓരോരോ, അതായത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നിലും 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ മറ്റൊന്നിലും ഇതുപോലെ തന്നെ 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ തണുപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോഡയാണ്. ഏകദേശം നിറയുന്നത് വരെ നമുക്ക് ഇതിലോട്ടേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസിലോട്ടേക്കും ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോഡ ജ്യൂസ്, അതായത് സോഡയും ജ്യൂസും മിക്സായിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സോഡയും ഗ്രേപ്പ് സോഡയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത് കേട്ടോ. അതുപോലെ തന്നെ ജ്യൂസും സോഡയും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡ്രിങ്കാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതും ചെയ്യാൻ മറക്കരുത്. ഈസി റെസിപ്പികൾക്ക് വേണ്ടി സജനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.